ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്ത് പോകാൻ ആരെ കൊണ്ടും കഴിച്ചു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് ഓണേഴ്സിൻ്റെ വണ്ടി കിട്ടുക പറഞ്ഞാൽ അത് നമ്മളെ പോലത്തെ ആൾക്കാരോട് ലിങ്ക് ചെയ്ത് തന്നെ കിട്ടുള്ളൂ. അപ്പം ഇന്ന് നമ്മളൊരു കസ്റ്റമർക്കും വേണ്ടി വണ്ടി ചെക്ക് ചെയ്യാൻ പോകുന്നതാണ്. ചെക്ക് ചെയ്തിട്ട് ഫുൾ കണ്ടീഷൻ സബ് കുച്ച് ടീക്ക് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് വണ്ടി ഓക്കെയാണ്. അപ്പം വണ്ടി ചെക്ക് ചെയ്യാൻ പോകുന്ന മൂപ്പർക്ക് ഡീറ്റെയിൽസ് വിട്ടുകൊടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് വണ്ടി എടുക്കാൻ റെഡിയാണ്. ഓക്കെ, വണ്ടീൻ്റെ വിശേഷം ഒന്ന് കണ്ടു നിങ്ങൾ. വണ്ടി കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് ക്ഷമല്ല കേട്ടോ. ഓരോ കാര്യങ്ങളും ഞങ്ങൾ ടൂൾസ് പുറത്തേക്ക് എടുത്താണ് ചെക്ക് ചെയ്യാൻ തുടങ്ങും. എൻജിൻ ക്വാളിറ്റി ആണെങ്കിലും ബോഡി ക്വാളിറ്റി ആണെങ്കിലും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഇൻസ്പെക്ഷൻ ചെയ്താണ്ട് കസ്റ്റമർക്ക് ഇതിൻ്റെ റിവ്യൂ മൊത്തം കംപ്ലീറ്റ് ഞങ്ങൾ കൊടുത്തിട്ടോ. വണ്ടിക്ക് ആകെ ഒരു മൈനസ് പറഞ്ഞ് 10 ദിവസമായിട്ട് വണ്ടി നിർത്തിയിട്ടതാണ് ഒരേ സ്പോട്ടിൽ. അതെഴുതിയിട്ട് പെയിൻറ്റിനോ വേറെ കാര്യങ്ങൾക്കോ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് വാഹന വിശേഷങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് കൂടിക്കോളി നോക്കണം. എല്ലാം ഒറിജിനലാണോ. എഞ്ചിനും ബോഡിയും മാത്രം നോക്കിയാൽ പോരല്ലോ, വാഹനത്തിന്റെ അടിഭാഗം വരെ കസ്റ്റമർക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് കേട്ടോ. കസ്റ്റമർക്ക് വണ്ടിന്റെ ക്വാളിറ്റി പ്ലസും മൈനസും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ്ട് വാഹനം ഞങ്ങൾ പർച്ചേസ് ചെയ്ത് തരും കേട്ടോ. വാഹനത്തിന്റെ പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു. ടയർ ഭാഗം ആണെങ്കിൽ 90% ടയറും ഉണ്ട് കേട്ടോ ഈ വാഹനത്തിന്. അങ്ങനെ ഈ വാഹനത്തിന്റെ ക്വാളിറ്റി ചെക്കിങ് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടോ. അങ്ങനെ വണ്ടി നമ്മൾ പ്രോപ്പർ ഇൻസ്പെക്ഷൻ ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ വന്ന് കണ്ട് വണ്ടി ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം, സർവീസ് റെക്കോർഡ് എടുക്കണം. സർവീസ് റെക്കോർഡ് മെയിനാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിൻ ടു പിൻ കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ടോ നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ വണ്ടിൻ്റെ ഡീൽ അങ്ങോട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രസ്റ്റബിളായിട്ട് വാഹനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളി, കോൺടാക്ട് ചെയ്തോളി ഡൽഹിയിൽ എത്തി കഴിഞ്ഞാൽ ടോക്കിയോ കാർസിനെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. വാഹനം ചെക്ക് ചെയ്ത് ഇറങ്ങിയേക്ക് തന്നെ സർവീസ് റെക്കോർഡും വന്നിട്ടോ, പിൻ ടു പിൻ കമ്പനി സർവീസ് റെക്കോർഡ്. അപ്പം നമ്മളെ പർച്ചേസിങ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചെന്നാണ്. അപ്പോൾ ഫോളോ ചെയ്ത് കൂടിക്കോളി. ഇതുപോലത്തെ വാഹന വിശേഷങ്ങൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു ഡൽഹി വിശേഷമായിട്ട് നമുക്ക് ഇനിയും വരാം.